നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ സംഭവിച്ചുവെന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ വിചാരണ കോടതിക്കെതിരെ വിമർശനവുമായി അതിജീവിത. വിധി അത്ഭുതപ്പെടുത്തുന്നില്ല എന്നും കേസിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ല എന്നും അതിജീവിത. വിധി വന്ന ശേഷം ആദ്യമായാണ് അതിജീവിത പ്രതികരിക്കുന്നത്. അതേസമയം ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നീതി പൂർണ്ണമാകുമെന്ന് നടി മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 8.5 വർഷത്തെ പോരാട്ടത്തിന് ശേഷവും നീതിയോ കരുതലോ അതിജീവിതയ്ക്ക് ലഭിച്ചില്ല എന്ന് WCCയും പ്രതികരിച്ചു. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ വേദനാജനകമായ യാത്രയിലെ വെളിച്ചത്തിന്റെ നേരിയ കണികയായി മാത്രമാണ് 6 പേർ ശിക്ഷിക്കപ്പെട്ട കേസിലെ വിധിയെ അതിജീവിത കാണുന്നത്. കെട്ടിച്ചമച്ച കേസെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കേസിന്റെ വിധി സമർപ്പിക്കുകയാണ് അതിജീവിത. തുടർന്നങ്ങോട്ടുള്ള തുറന്ന കത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടത് അതിജീവിത അക്കമിട്ട് നിരത്തുന്നുണ്ട്. കേസിലെ അടിസ്ഥാനാവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. കോടതി അന്തരീക്ഷം ശത്രുതാപരമായിരുന്നുവെന്നും കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതോടെ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടതായി അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നതിൽ അന്വേഷണമുണ്ടായില്ല. ജഡ്ജിയെ മാറ്റാൻ താൻ നിയമപരമായി പോരാടുമ്പോൾ പ്രതിഭാഗം അതേ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടത് സംശയങ്ങൾ ബലപ്പെടുത്തി. ആശങ്കകൾ പങ്കുവച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടി വന്നു. ഓപ്പൺ കോടതിയിൽ വാദം വേണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടതായി അതിജീവിത പറയുന്നു. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് വ്യക്തമാക്കിയ അതിജീവിത യാത്രയിൽ ചേർത്തുപിടിച്ച മനുഷ്യരോട് നന്ദി പറഞ്ഞു. പൾസർ സുനിയുമായി നേരത്തെ ബന്ധമുണ്ടെന്ന പ്രചരണത്തെ അതിജീവിത തള്ളുകയാണ്. ഒപ്പം പണം കൈപ്പറ്റിയവർ നുണപ്രചരണങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നത് തുടർന്നുള്ളൂവെന്ന് അതിജീവിത സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച ആദ്യ പ്രതികരണത്തിൽ വൈകാരികമായി തുറന്നടിച്ചു. വിധിക്കു പിന്നാലെ പ്രതികരണവുമായി നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ പൂർണ്ണമായും നീതി ലഭിക്കൂ എന്ന് മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് ഒരു തെളിവുമില്ല എന്ന് വിധിന്യായം. മാപ്പുസാക്ഷിയുടെ ഫോൺ കോൾ രേഖ പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ദിലീപും പൾസർ സുനിയും ആശയവിനിമയം നടത്തിയതിനും തെളിവില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് കൃത്യമായി അറിയിച്ചില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ വിമർശനം. ഒരാഴ്ചയ്ക്കകം കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിധിന്യായത്തിന്റെ ആകെ ചുരുക്കം. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ 12 ചാറ്റുകൾ ദിലീപ് തന്റെ ഫോണിൽ നിന്ന് കളഞ്ഞുവെന്ന സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. ഇത് കേസുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഇതേ സാക്ഷി തന്നെ പിന്നീട് പറഞ്ഞു. അമ്മ ഷോയ്ക്കിടയിൽ 1.5 കോടിയുടെ കൊട്ടേഷൻ നൽകിയെന്നത് തെളിയിക്കാൻ രേഖകളില്ല. 410ാം റൂമിൽ ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. തീയതികളിൽ പൊരുത്തക്കേടുണ്ട്. പൾസർ സുനി ദിലീപിനെ കണ്ടതായി അറിയില്ലെന്ന് ഇടവേള ബാബു, മുകേഷ് എന്നിവർ മൊഴി നൽകി. ഫോൺ റെക്കോർഡ്സ് ഇല്ല. ആശയവിനിമയം നടത്തിയ മറ്റൊരു രേഖകളുമില്ല. ദിലീപിനെതിരായ വ്യാജ ചികിത്സാ ആരോപണവും കോടതി മുഖവിലക്കെടുത്തില്ല. ഗൂഢാലോചന നടത്തുന്നവർ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് എവിടെയെന്ന് കള്ളം പറയേണ്ടതില്ലല്ലോ എന്നും കോടതി സംശയം ഉന്നയിച്ചു. മാപ്പുസാക്ഷി വിഷ്ണു ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചതിനും തെളിവില്ല. പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് കത്തെഴുതിയെന്ന് പറയുന്ന സമയവും ജയിലിലെ CCTVയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥ B സന്ധ്യയാണ് ഇതിന് പിന്നിലെന്ന് ദിലീപ് കോടതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ദിലീപിനെ കാണാനെത്തിയത് സിനിമയുടെ ചർച്ചയ്ക്കു വേണ്ടിയെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പിന്നീട് ഗൃഹപ്രവേശനത്തിനെത്തിയത് എന്നാക്കിയെന്നും വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല. 2020 തന്നെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നു. എന്നാൽ 2022 മാത്രമാണ് കോടതിയെ അറിയിച്ചതെന്നും വിധി പകർപ്പിലുണ്ട്. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വിവരങ്ങൾ ഊമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്. വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണം എന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ചോർന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിന്റെ കത്ത്. ഇക്കാര്യം ഉന്നയിച്ച് ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് ബൈജു പൗലോസ് കത്ത് നൽകിയത്. വിധിയിലെ വിവരങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്നാണ് കത്തിലെ ആവശ്യം. വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഊമക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിരുന്നു. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ മാസം 4-നാണ് തനിക്ക് ഊമക്കത്ത് ലഭിച്ചതെന്നും വിധി വന്നപ്പോൾ ഞെട്ടിയെന്നും ജസ്റ്റിസ് കമാൽ പാഷ. ആ ജഡ്ജിമെന്റ് വന്നപ്പോഴാണ് ഞാനത്
ഞെട്ടിപ്പോയത്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിലെ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഒന്നാം പ്രതി പൾസർ സുനിയടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കമാണ് വിധി പ്രഖ്യാപിക്കും മുൻപ് ഊമക്കത്തായി ലഭിച്ചത്. കേസിൽ 7ാം പ്രതി ചാർലി തോമസ്, 8ാം പ്രതി ദിലീപ്, 9ാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ പരാമർശിച്ചതായാണ് വിവരം. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനും വഴിയൊരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. VC നിയമന തർക്കത്തിനിടെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. ലോക്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച 15 മിനിറ്റ് നീണ്ടു. ക്രിസ്മസ് വിരുന്നിന് ക്ഷണിക്കാനെത്തിയതെന്ന സൂചന. അതിനിടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. VCയെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. നിയമം പാലിക്കാൻ പറയുന്നതിന് പകരം നിങ്ങളുടെ ജോലി തങ്ങൾ ചെയ്യാമെന്ന് കോടതി പറയുന്നത് ശരിയല്ല എന്നും ചാൻസലർ കൂടിയായ ഗവർണർ വിമർശിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിസിമാരെ സുപ്രീം കോടതി തീരുമാനിക്കുന്നതിനെതിരെയാണ് ഗവർണറുടെ വിമർശനം. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ വിധിയും പരാമർശിച്ചായിരുന്നു ഗവർണർ സുപ്രീം കോടതിയെ വിമർശിച്ചത്. How the court or judges, they give different versions of the same matter on the same matter and the same atmosphere, same circumstances, different interpretations are made. ഭരണഘടന ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ലെന്നും ഗവർണർ പറഞ്ഞു. നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുമെന്നും ഗവർണറുടെ പരിഹാസം. Tomorrow election commission will be told that you don't do anything, we will do something. That is not correct. നിയമനിർമ്മാണ സഭകളെ കോടതി ബഹുമാനിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി. ഒരേ കേസിൽ പല കോടതികൾക്ക് എന്തുകൊണ്ടാണ് വ്യത്യസ്ത നിലപാടെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചോദിച്ചു. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് P. സദാശിവത്തിനെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു ഗവർണറുടെ കോടതിക്കെതിരായ പരാമർശം. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിൽ എത്താത്തതിനാലായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് CPIM-ന്റെ വിലയിരുത്തൽ. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായെന്നും സംശയം. ഭരണത്തിനെതിരായും ജനങ്ങൾ വോട്ട് ചെയ്തുവെന്ന് CPIM വിലയിരുത്തുന്നു. UDF-ന് അനുകൂലമായി വോട്ടൊഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും കാരണമായതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളക്കേസിൽ 2 പ്രമുഖ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ 2 കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉണ്ടായി. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തോളോട് ചേർത്ത് നിർത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി ഇടതുവിരുദ്ധ പക്ഷത്താക്കി. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. മനീഷ് മഹിബാൽ, 24 തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ സംസ്ഥാന നേതൃതലത്തിൽ ചർച്ചകൾ സജീവം. VV രാജേഷിനെ മേയറായും R. ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ചർച്ചകൾ. അതേസമയം തിരുവനന്തപുരത്തെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും BJP കടന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം നേടിയതിൽ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. മുതിർന്ന BJP നേതാവ് VV രാജേഷും R. ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആരാകും മേയർ എന്ന കാര്യത്തിൽ BJP ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. ജില്ലാ BJP-യിൽ നിർണായക സ്വാധീനമുള്ള VV രാജേഷിനെ മേയറാക്കിയാൽ R. ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച ചർച്ചകൾ BJP-യിൽ സജീവമാണ്. മേയർ ആരെന്നത് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. RSSന്റെ അഭിപ്രായം കൂടി തേടി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ്.
എന്നാൽ ഒരു മുന്നണികളുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും നിലപാടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്കും BJP കടന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിലെ വിജയത്തിന് പിന്നാലെ R. ശ്രീലേഖയെ നിയമസഭയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനത്തിനായി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24നോട് 45 ദിവസത്തിനകം തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇനി നടപ്പിലാക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്, ഞങ്ങളുടെ ഒരു വാഗ്ദാനം. ഞങ്ങൾ 45 ദിവസം ഞങ്ങളുടെ ബ്ലൂ പ്രിന്റ് ആക്കി അതിന് പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി ഇവിടെ വരും. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന പാർട്ടിയാണ്. ചെയ്യാൻ പോകുന്നത് മാത്രം ഞങ്ങൾ പറയും. അത് എല്ലാം കൃത്യമായി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് വികസന രേഖയിൽ. പിന്തുണ നല്ല പിന്തുണയാണ്. ആ പിന്തുണ കൊണ്ടാണല്ലോ 50 കൗൺസിലർമാർ ജയിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളുടെ വികസന തിരുവനന്തപുരം എന്ന ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു വിഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ ഇലക്ഷന്റെ ഒരു റിസൾട്ട്. ഇങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ UDF. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ UDF ആരംഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തിലും LDFനെ പഴിക്കുകയാണ് UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി. അനുകൂല തരംഗം നിലനിർത്താൻ ശ്രമങ്ങൾ ആരംഭിക്കും. KPCC UDF യോഗങ്ങൾ ഉടൻ ചേരും. നിയമസഭയിലേക്കുള്ള ചൂണ്ടുപലകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നേതാക്കൾ ഇതിനോടകം കണക്കുകൂട്ടുന്നു. കൂട്ടായ്മയുടെ വിജയമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ വിജയം കൊയ്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. നേതൃത്വ പങ്കാളിത്തത്തിൽ അണികൾ നേടിത്തന്ന വിജയമാണ്, ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ്. വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും വ്യക്തമാക്കി. ഇതിൻ്റെ തനിയാവർത്തനം കുറെ കൂടി ശക്തമായ രീതിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയവും LDFനെതിരെ ഉപയോഗിക്കാനാണ് UDF തീരുമാനം. തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അപ്പോൾ തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വം ആലോചിക്കും. 24 തിരുവനന്തപുരം. വോട്ട് കൊള്ളയ്ക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വോട്ട് കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യമില്ല എന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് 5 കോടിയിലധികം ഒപ്പ് ശേഖരണം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. BJP സർക്കാരിന്റെ അജണ്ടയനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനം. വോട്ടു ചോരി ആരോപണം ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടും BJP തയ്യാറായില്ല. അമിത്ഷായുടെ കൈവിറയ്ക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി. സത്യത്തിനും അഹിംസയ്ക്കും ഒപ്പം നിന്ന് മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുമെന്നും വോട്ട് കൊള്ളയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. सत्य और असत्य के बीच में लड़ाई हो रही है और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना, हम सत्य को लेकर, सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को, RSS की सरकार को हिंदुस्तान से हटाएंगे. വോട്ട് കൊള്ള പാർലമെന്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം രാഷ്ട്രഗീതം ചർച്ച ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. ബാലറ്റ് വോട്ടിംഗിൽ മത്സരിച്ചാൽ ഒരിക്കൽ പോലും BJP വിജയിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. तो हम संसद में ये बहस करते रहे कि राष्ट्रगीत किसका है, राष्ट्रगीत कैसे बना, राष्ट्रगीत क्यों बना, और जो बड़ी बड़ी समस्याएं हैं जिससे आप जूझ रहे हो, बेरोजगारी, महंगाई, पेपर लीक, उसके बारे में चर्चा करने की हिम्मत नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയുടെ ഭാഗമായി.
വോട്ട് കൊള്ളയ്ക്കെതിരെ 5 കോടിയിലധികം ഒപ്പുശേഖരണമാണ് കോൺഗ്രസ് നടത്തിയത്. വോട്ട് ചോരി ആരോപണം വീണ്ടും ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഡൽഹി രാംലീല മൈതാനത്ത് നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത വിജി, 24. ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്തു സംഘങ്ങൾക്ക് ബന്ധമെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. ശബരിമല വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ UDF. നാളെ രാവിലെ UDF MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ചയാണ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ഒരു വ്യവസായിയാണ് തന്നോട് വ്യക്തമാക്കിയത് എന്നായിരുന്നു രമേശ് ചെന്നിത്തല മുൻപ് അറിയിച്ചത്. ഇതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകി. തന്റെ കയ്യിൽ തെളിവില്ലെന്നും വ്യവസായി തന്നോട് പങ്കുവച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം, എന്നെ ആരാണിത് അറിയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി SIT അന്വേഷിച്ചിട്ട് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും കിട്ടിയ വിവരങ്ങൾ അടിച്ചമർത്തി വെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് കാര്യം തുറന്നു പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളും രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. വ്യവസായിയെയും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്താൻ വിളിപ്പിച്ചേക്കും. 24 തിരുവനന്തപുരം. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.